ഹലോ, വെൽക്കം ഓളൊക്കെ. ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഫോട്ടോസിന്തസിസിലെ പ്രകാശഘട്ടം, അതായത് ലൈറ്റ് റിയാക്ഷനെ കുറിച്ചാണ്. പ്രകാശഘട്ടം കണ്ടുപിടിച്ചത് റോബർട്ട് ഹില്ലാണ്. അതിനാൽ പ്രകാശഘട്ടത്തെ ഹിൽ റിയാക്ഷൻ എന്ന് അറിയപ്പെടുന്നു. ജലം വിഘടിക്കുക, ഫോട്ടോലിസിസ്, ATP NADPH തന്മാത്രകൾ നിർമ്മിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം, വിത്തൗട്ട് ലൈറ്റ് റിയാക്ഷൻ ദെയർ ഈസ് നോ ഡാർക്ക് റിയാക്ഷൻ. കാരണം ലൈറ്റ് റിയാക്ഷനിൽ ലഭിക്കുന്ന ATP NADPH എല്ലാം യൂട്ടിലൈസ് ചെയ്യുകയാണല്ലോ ഡാർക്ക് റിയാക്ഷനിൽ. ഇപ്പൊ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹരിതകണത്തിൽ ADP-യിൽ നിന്ന് ATP ഉണ്ടാകുന്ന പ്രവർത്തനത്തെയാണ് ഫോട്ടോഫോസ്ഫോറിലേഷൻ പറയുന്നത്. അപ്പോൾ ഫോട്ടോഫോസ്ഫോറിലേഷൻ സൈക്ലിക് എന്നും നോൺ സൈക്ലിക് എന്നും രണ്ട് തരത്തിലുണ്ട് അല്ലേ. നമുക്ക് ഇനി ആദ്യം സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നോക്കാം. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ PS1 മാത്രമാണുള്ളത്. അപ്പൊ ആദ്യമായിട്ട് LHC-യിലെ, അതായത് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിലെ പിഗ്മെന്റ്സ് പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. ആഗിരണം ചെയ്യപ്പെട്ട പ്രകാശം ഊർജം എങ്ങോട്ട് പോകുന്നുണ്ട്? തൊട്ടടുത്തുള്ള വർണ്ണങ്ങളിലേക്ക് മാറി അവസാനം P700-ലേക്ക് വരും. P700-ൽ നിന്ന് ഇലക്ട്രോൺ ഇജക്ട് ചെയ്തിട്ട് ഒരു പ്രൈമറി അക്സെപ്റ്ററിലോട്ട് വരും. പ്രൈമറി അക്സെപ്റ്ററിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, FD, അതായത് പെറഡോക്സിൻ, then സൈറ്റോക്രോം B6, പ്ലാസ്റ്റോക്വിനോൺ ഒരു ടെർപ്പിനോയിഡാണ്. ദെൻ സൈറ്റോക്രോം F, പ്ലാസ്റ്റോസൈനിൻ ഒരു കോപ്പർ കണ്ടെയ്നിങ് പ്രോട്ടീൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് ഇന്റർമീഡിയറ്റ്സ് എല്ലാം ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ATP കിട്ടി. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർത്തിരിക്കുക, സ്ട്രോമൽ ലാമല്ല, അതായത് ഫ്രെറ്റ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വ്യക്തമായിട്ട്. ഫ്രെറ്റില് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ മാത്രമേ നടക്കത്തുള്ളൂ, നോൺ സൈക്ലിക് നടക്കത്തില്ല. അതിന് കാരണം, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കണമെങ്കിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് PS1-ഉം PS2-ഉം വേണം, പിന്നെ NADP റിഡക്റ്റേസ് എൻസൈം വേണം. ഇത് രണ്ടും ഫ്രെറ്റിലില്ല. ഇപ്പൊ ഫ്രെറ്റ് അഥവാ സ്ട്രോമൽ ലാമല്ല, അതിൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി നമുക്ക് നോൺ സൈക്ലിക് ഫോസ്ഫോറിലേഷൻ നോക്കാം. വെരി ഇമ്പോർട്ടൻറ്റ്. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആദ്യമായിട്ട് ഫോട്ടോസിസ്റ്റം 2-ലെ പ്രവർത്തന കേന്ദ്രമായ ഹരിതകം A, P680 നാനോമീറ്റർ തരംഗദൈർഘ്യമുള്ള പ്രകാശം ആഗിരണം ചെയ്ത് ഇലക്ട്രോണുകളെ ഉത്തേജിപ്പിക്കുന്നു. എന്നിട്ട് ഉത്തേജിപ്പിക്കപ്പെട്ട ഇലക്ട്രോൺ ആരോഹണ ക്രമത്തിൽ, മറന്നുപോരുത്, ആരോഹണ ക്രമത്തിൽ, അതായത് അപ്ഹിൽ, ഒരു സ്വീകരണ തന്മാത്രയിലോട്ട് വരും. സ്വീകരണ തന്മാത്ര. അപ്പൊ എന്താണ് അപ്ഹിൽ, ആരോഹണ ക്രമത്തിൽ. അവിടെ നിന്ന് എങ്ങോട്ട് പോകും? അവിടെ നിന്ന് ഇലക്ട്രോണുകളെ ഒരു സൈറ്റോക്രോമുകളെ ഉൾപ്പെടുന്ന ഇലക്ട്രോൺ സംവഹന വ്യവസ്ഥയിലേക്ക്, അതായത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലോട്ട്. അപ്പോൾ ഇവിടെ സൈറ്റോക്രോം ഉണ്ട്. ഇപ്പൊ സൈറ്റോക്രോം എല്ലാം ഉള്ള ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് പോകും. അത് എന്താ? ഡൗൺ ഹിൽ ആണ്, അതായത് അവരോഹണമാണ്. ആദ്യം എന്തായിരുന്നു? അപ്ഹിൽ, ദെൻ ഡൗൺ ഹിൽ. ഇനി ഇവിടെ P700-ൽ നിന്ന് ഇലക്ട്രോൺ വീണ്ടും ഒരു സ്വീകരണ തന്മാത്രയിലോട്ട് പോകും. അപ്പൊ അത് വീണ്ടും എന്താണ്? അപ്ഹില്ലാണ്. അപ്പൊ ഫോട്ടോസിസ്റ്റം 1-ലെ പ്രവർത്തന കേന്ദ്രമായ P700 നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഇലക്ട്രോണുകളെ ഉത്തേജിപ്പിക്കുന്നു. ഉത്തേജിപ്പിക്കപ്പെട്ട ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? ആരോഹണ ക്രമത്തിൽ, അതായത് അപ്ഹിൽ, സ്വീകരണ തന്മാത്രയിലേക്ക് പോകും. ഇനി വീണ്ടും ഇലക്ട്രോൺ സ്വീകരണ തന്മാത്രയിൽ നിന്ന് അവസാനമായിട്ട് ഇലക്ട്രോൺ അവരോഹണ ക്രമത്തിൽ, വീണ്ടും അവരോഹണം എന്ന് പറയാൻ ഡൗൺ ഹിൽ, NADP-യിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ആദ്യം അപ്ഹിൽ, ദെൻ ഡൗൺ ഹിൽ, ദെൻ അപ്ഹിൽ, ദെൻ ഡൗൺ ഹിൽ. മറക്കരുത്, ഇതൊക്കെ എക്സാമിന് ചോദിക്കും. ഇനി നമുക്ക് ഓർക്കേണ്ടത്, ഇവിടെ കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചതാണ്, ഈ ഫോട്ടോലിസ് നടക്കുന്നത് ഫോട്ടോസിസ്റ്റം 2-മായി ബന്ധപ്പെട്ടാണ്. ഫോട്ടോസിസ്റ്റം 2-മായിട്ട് ബന്ധപ്പെട്ടാണ് ഫോട്ടോലിസ് നടക്കുന്നത്. കണ്ടല്ലോ. അപ്പൊ ഇവിടെ ഫോട്ടോലിസിന്റെ പ്രത്യേകത നോക്കി, ഇവിടെ NADP NADPH ആകും. NADP NADPH ആകാൻ എന്താ? ഇവിടെ ഹൈഡ്രജൻ വരണമെങ്കിൽ ഇലക്ട്രോണും പ്രോട്ടോണും ആണ്. അപ്പോൾ പ്രോട്ടോൺ ഡോണർ വാട്ടർ ആണല്ലോ, ഈ പ്രോട്ടോൺ ഇവിടെ കിട്ടും. ദെൻ ഇലക്ട്രോൺ ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നിന്ന് കിട്ടിയോളും. ഓക്കെ, ഒരു കാര്യം കൂടെ, P680-ക്ക് PS2-ന് നഷ്ടപ്പെട്ട ഇലക്ട്രോൺ ഇവിടെ നിന്ന് കിട്ടും, ഫോട്ടോലിസിൽ നിന്ന് കിട്ടും.
ഫോട്ടോത്സവമായിട്ട്. P700 നിന്ന് നഷ്ടപ്പെട്ട എവിടെ നിന്ന് കിട്ടും? ഇതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് വരും. PS2 നിന്ന് കിട്ടും. ഓക്കെ, ഇത്രയൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി ഒരു കാര്യമുണ്ട്, ഇസഡ് സ്കീം. ഈ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറേഷനിൽ ഒരു ഇലക്ട്രോൺ ഫ്ലോ 3 ലെഗിലാണ്. അതുകൊണ്ട് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറേഷൻ നമ്മൾ സാധാരണ എന്താ പറയും? ഇസഡ് സ്കീം എന്ന് പറയും. ഇത് ആ 3 ലെഗും ചിലപ്പോൾ ചോദിക്കും. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന്, ഇലക്ട്രോൺ ഫ്ലോ occurs along 3 legs. ഏതൊക്കെയാണ്? ബിറ്റ്വീൻ വാട്ടർ ആൻഡ് PS2. ഒന്ന്, ഫസ്റ്റ് ലെഗ് ഇതാണ്, വാട്ടർ ആൻഡ് PS2. ദെൻ ബിറ്റ്വീൻ PS2 ആൻഡ് PS1. ഇത്രയും ഒരു ലെഗാണ്. ദെൻ PS1 ഇവിടെ, PS1 ആൻഡ് NADP. 3 ലെഗും മറക്കരുത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, അത് അടുത്ത ഒരു ക്ലാസ്സിൽ എടുക്കാം, ഹെമിയോസ്മോട്ടിക് പരികല്പന, ഹെമിയോസ്മോട്ടിക് ഹൈപ്പേഴ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഏതാ റെസ്പിറേഷൻ, സെല്ലുലാർ റെസ്പിറേഷനില്ലാതെ പഠിക്കുമ്പോഴും നമുക്കത് വേണ്ടി വരും. അത് അടുത്ത ക്ലാസ്. ഇപ്പം നമ്മൾ ഇന്നടുത്ത ഈ ഭാഗത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ബാക്കി ഞാൻ പ്രാക്ടീസ് ടെസ്റ്റിൽ തന്നിട്ടുണ്ട്, ഓർക്കുന്നുണ്ടായിരിക്കും. സെൻസ് ഓഫ് ഡിസ്റ്റൻസ്. ദെൻ നോക്കാം ക്വസ്റ്റ്യൻ. ഇസഡ് സ്കീം ഫോട്ടോ ഫോസ്ഫോറിലേഷനിൽ ഇലക്ട്രോണുകളുടെ സംവഹനത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന എഴുതും. ഇസഡ് സ്കീം ഫോട്ടോ ഫോസ്ഫോറേഷനിൽ ഇലക്ട്രോണുകളുടെ സംവഹനത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, ശരിക്കും മനസ്സിലാക്കുക. PS2 നിന്നും ഉത്തേജിപ്പിക്കപ്പെട്ട ഇലക്ട്രോണുകൾ അവരോഹണ ക്രമത്തിൽ ഒരു സ്വീകരണ തന്മാത്രയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ശരിയാണോ? അവരോഹണ ക്രമത്തിലാണോ PS2 നിന്ന് പോകുന്നത്? അത് ആരോഹണ ക്രമത്തിലാണ്, അപ്ഹിലാണ്. അപ്പൊ അത് തെറ്റാണ്. അടുത്ത് സെക്കൻഡ് ബി, ഇലക്ട്രോൺ സ്വീകരണ തന്മാത്രയിൽ നിന്ന് ഇലക്ട്രോണുകളെ ആരോഹണ ക്രമത്തിൽ ETCയിലേക്ക് കടത്തിവിടുന്നു. അതും തെറ്റാണ്, അവരോഹണ ക്രമത്തിലാണ്. അത് ശരിക്കും അത് വായിച്ചൊന്നുകൂടെ മനസ്സിലായി കൊള്ളണം, ബൈഹാർട്ടാക്കി വയ്ക്കുക. PS1 നിന്നും ഇലക്ട്രോണുകളെ ആരോഹണ ക്രമത്തിൽ ഒരു സ്വീകരണ തന്മാത്രയിലേക്ക് കഴിയും. അത് കറക്റ്റാണ് അല്ലേ? അപ്പോൾ അതാണ് കറക്റ്റ്. അടുത്ത് ഇലക്ട്രോൺ സ്വീകരണ തന്മാത്രയിൽ നിന്ന് അന്തിമമായി ഇലക്ട്രോണുകൾ ആരോഹണ ക്രമത്തിൽ NADPയിലേക്ക് ചെയ്യാൻ പറ്റും. അതും തെറ്റാണ്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ടെസ്റ്റിൽ തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.